കോളറ, ടൈഫോയിഡ്, ലോകമൊട്ടാകെ പിടിച്ചുകുലുക്കിയ വസൂരി പോലെയുള്ള അല്ലെങ്കിൽ പ്ലേഗ് പോലെയുള്ള അസുഖങ്ങൾ, ഇതെല്ലാം അത്തരത്തിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന അസുഖങ്ങൾ ലോകമൊട്ടാകെ ഒരുപാടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു ശതമാനം രോഗങ്ങളെയും മെഡിക്കൽ സയൻസിന് നല്ല രീതിയിൽ പ്രതിരോധിക്കാനും സുഖപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു വരാത്ത രീതിയിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. വായ്ക്കകത്ത് നമ്മുടെ ഈ ബക്കൽ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ കവിളിൻ്റെ ഭാഗങ്ങളിൽ ഒരു വല പോലെ ക്രിസ് ക്രോസ് ആയിട്ടുള്ള ലീഷൻസാണ് കാണുക. ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് അത് വേദന ഉണ്ടാക്കാം, ചിലപ്പോൾ അത് പൊട്ടി അൾസർ പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ആ ഒരു ഡിസ്കളറേഷൻ മാത്രമായിട്ട് നിൽക്കുകയും ചെയ്യാം. ഹോമിയോപ്പതിയിൽ നമുക്ക് ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സ ചെയ്യാൻ പറ്റും. ലൈക്കൻ പ്ലേനസ് പോലെയുള്ള അസുഖങ്ങൾക്ക് നല്ല വ്യത്യാസം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാവുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ അഭിരാം. ഏകദേശം ഒരു 30-40 വർഷം പിന്നോട്ടുള്ളൊരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ ഒരു കാലഘട്ടത്തിൽ ലോകമൊട്ടാകെ സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വളരെ വ്യാപകമായ തോതിലുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായും ഇപ്പോഴുള്ള ഒരു കോവിഡ് എന്ന സാഹചര്യം മറന്നുകൊണ്ടല്ല പറയുന്നത്. എന്നിരുന്നാലും കോളറ, ടൈഫോയിഡ്, ലോകമൊട്ടാകെ പിടിച്ചുകുലുക്കിയ വസൂരി പോലെയുള്ള അല്ലെങ്കിൽ പ്ലേഗ് പോലെയുള്ള അസുഖങ്ങൾ, ഇതെല്ലാം അത്തരത്തിൽ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന അസുഖങ്ങൾ ലോകമൊട്ടാകെ ഒരുപാടുണ്ടായിരുന്നു. അതിൽ നല്ലൊരു ശതമാനം രോഗങ്ങളെയും മെഡിക്കൽ സയൻസിന് നല്ല രീതിയിൽ പ്രതിരോധിക്കാനും സുഖപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തിരിച്ചു വരാത്ത രീതിയിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന എന്താണ്, രോഗികളുടെ എണ്ണം കുറയുന്നില്ല. രോഗികൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. എന്തായിരിക്കാം ഇതിനുള്ള കാരണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്ന അല്ലെങ്കിൽ തോന്നാവുന്ന ഒരു കാര്യം, മറ്റു തരത്തിലുള്ള അസുഖങ്ങൾ, അതിൽ കൂടുതലായും ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായും കണ്ടുവരുന്നത് ലൈഫ് സ്റ്റൈൽ അസുഖങ്ങളും അതുകൂടാതെ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുമാണ്. ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൂടുതലായി ക്ലിനിക്കൽ പ്രാക്ടീസിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു അസുഖത്തെക്കുറിച്ചാണ്, ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ലൈക്കൻ പ്ലേനസ് എന്ന തൊലിപ്പുറമേ വരുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ഈ ലൈക്കൻ പ്ലേനസ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, ലൈക്കൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രീ ലൈക്ക് അപ്പിയറൻസ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുക്കൾ പോലെ ഫ്ലാറ്റ് ടോപ്ഡായിട്ട് സ്കിന്നിൽ അവിടെ ഇവിടെ കാണപ്പെടുന്ന പരുക്കൾ പോലത്തെ ഒരു അവസ്ഥ, ഇതാണ് ലൈക്കൻ പ്ലേനസ് എന്ന അസുഖം. ഇത് ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് വളരെ ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധവാഹകരായിട്ടുള്ള ചില കോശങ്ങളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ശരീരം സ്വന്തമായി നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു ആൻറ്റിജനോ അല്ലെങ്കിൽ ഒരു രോഗാണു പോലത്തെ ഒരു അവസ്ഥയോ ആയി കണ്ട് തിരിച്ചറിഞ്ഞിട്ടാണ് ശരീരം ബൈ മിസ്റ്റേക്കാണ് അങ്ങനെ തിരിച്ചറിയുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു ചേഞ്ച് ഓഫ് റിയാക്ഷൻ ശരീരത്തിന് വന്നിട്ട് ഇത്തരത്തിലുള്ള നല്ല കോശങ്ങളെ നശിപ്പിച്ച് കളയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങൾക്കാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു അസുഖമാണ് ലൈക്കൻ പ്ലേനസ്. ഇനി നമുക്ക് ഈ ലൈക്കൻ പ്ലേനസ് കൂടുതലായി കണ്ടുവരുന്ന ഭാഗങ്ങൾ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പ്രധാനമായും 2 ഭാഗങ്ങളാണ്. ഒന്ന് നമ്മുടെ തൊലിപ്പുറമെ എവിടെ വേണമെങ്കിൽ വരാം, പക്ഷേ കൂടുതൽ സാധ്യതയുള്ള ഏരിയകൾ റിസ്റ്റ് ജോയിൻറ്റ്, ഒരുപക്ഷെ എൽബോ ജോയിൻറ്റ്, അതുപോലെ കാലിൻ്റെ ആങ്കിൾ ജോയിൻറ്റ്, അങ്ങനെ അത്തരത്തിലുള്ള ഭാഗങ്ങളിലാണ്, മുട്ടിന് താഴോട്ടുള്ള ഭാഗങ്ങളിലാണ് കൂടുതലും പ്രാഥമികമായി കണ്ടുവരുന്നത്. ഇതുകൂടാതെ നമ്മുടെ വായ്ക്കകത്ത് അല്ലെങ്കിൽ ആന്തരിക ചർമ്മമായ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന ഭാഗത്തും ഈ ഒരു അസുഖം കൂടുതലായി കണ്ടുവരുന്നുണ്ട്. അതിന് ഓറൽ ലൈക്കൻ പ്ലേനസ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ചർമ്മത്തിന്, നമ്മുടെ സ്കിന്നിന് അടിസ്ഥാനപരമായി 3 ലെയേഴ്സാണുള്ളത്. ഏറ്റവും പുറമേയുള്ള ലെയറിനെ പറയുന്നത് എപ്പിഡെർമിസ് എന്നാണ്. തൊട്ടു താഴെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ലെയറിനെ പറയുന്നത് ഡെർമിസ് എന്നാണ്. ഈ ഡെർമിസിലാണ് കൂടുതലായി ഞരമ്പുകളും രക്തക്കുഴലുകളുമെല്ലാം ഉള്ളത്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു 3 ലെയർ പറഞ്ഞതിൽ ഏറ്റവും പുറമെയുള്ള എപ്പിഡെർമിസ് എന്ന ലെയറിൽ വരുന്ന ചില വ്യതിയാനങ്ങൾ മൂലമാണ് ലൈക്കൻ പ്ലേനസ് എന്ന ഒരു അസുഖം ഉണ്ടാകുന്നത്. നമ്മുടെ ത്വക്കിൻ്റെ കോശങ്ങളെ, ചർമ്മത്തിലെ കോശങ്ങളെ പറയുന്നത് കെരാറ്റിനോസൈറ്റ്സ് എന്നാണ്. ആ എപ്പിഡെർമിസിലെ ഏറ്റവും താഴെയുള്ള ബേസൽ ലെയർ എന്ന ഒരു ലെയറിൽ നിന്ന് പുതിയ കോശങ്ങൾ ഉണ്ടായി അത് മൾട്ടിപ്പിളായി ഡിവൈഡ് ചെയ്ത്
സ്ലോലി ഏകദേശം ഒരു 28 ദിവസം കൊണ്ടാണ് ഏറ്റവും മേലെയുള്ള ലെയറായ നമ്മുടെ ഈ കാണുന്ന ഭാഗത്തേക്ക് എത്തുന്നത്. പക്ഷേ അതാണ് സ്കിന്നിലെ ഒരു കോശങ്ങളുടെ വളർച്ചയുടെ ഒരു അടിസ്ഥാന തത്വം. ഈ ലൈക്കൻ പ്ലേനസ് എന്ന് പറഞ്ഞ അസുഖത്തിൽ നമ്മുടെ താഴെയുള്ള ഈ ലെയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന കെരാറ്റിനോസൈറ്റ്സ്, അതിൽ ചില കോശങ്ങൾ ശരീരം ഒരു ആൻറ്റിജൻ ടൈപ്പ് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുകയും അതിനെതിരായിട്ട് ശരീരം തന്നെ, നല്ല കോശങ്ങളാണെന്ന് നിങ്ങൾ ഓർക്കണം, അത് ആ നല്ല കോശങ്ങളെ ഒരു രോഗാണു പോലത്തെ ഒരു അവസ്ഥയായി ശരീരം എന്തോ കാരണങ്ങളിൽ തിരിച്ചറിഞ്ഞ് അതിനെതിരായിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ വരികയാണ്. അപ്പോൾ നല്ല കോശങ്ങളെ ശരീരം തന്നെ നശിപ്പിച്ച് കളയുന്നു. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിന് കളർ നൽകുന്ന മെലാനിൻ ഗ്രന്ഥികൾക്കും ഒരു തകരാറ് സംഭവിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ, ഈ കെരാറ്റിനോസൈറ്റ്സ് നശിക്കുന്നതിൻ്റെ കൂടെ. അതുകൊണ്ട് തന്നെ കാലക്രമേണ ആ ഭാഗത്തുള്ള തൊലിയുടെ കളർ മാറി രൂപമാറ്റം സംഭവിച്ച് ഒരു കറുപ്പ് കളർന്ന വയലറ്റ് കളറോ അല്ലെങ്കിൽ തവിട്ട് കളറോ ആയി മാറുന്നു. ഇതിൻ്റെ കൂടെ ഒരു ഇൻഫ്ലമേഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ച് നല്ല അസഹ്യമായ ചൊറിച്ചിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ലൈക്കൻ പ്ലേനസ് എന്താണെന്നും അതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമാണെന്നും എന്താണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്നും അതിൽ സംഭവിക്കുന്ന ഒരു ബേസിക് മെക്കാനിസം എന്താണെന്നും ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ സിംറ്റംസ്, അതായത് ലക്ഷണങ്ങളെ വളരെ ലളിതമായിട്ട് ഒരു 6P എന്ന ലെറ്റർ വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. 6P എന്ന വാക്കുകൾ വെച്ച്. അതിൽ ആദ്യമായി പ്ലാനസ്. ഫസ്റ്റ് P പ്ലാനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ടോപ്ഡ് ആയിട്ടുള്ള പരുക്കൾ പോലെയുള്ള ലീഷൻസ് 1. 2 പോളിഗോണൽ, ഒന്നിൽ കൂടുതൽ ഏരിയകളെ ഇത് ബാധിക്കാറുണ്ട് സാധാരണയായി. ഒരുപക്ഷെ വായ്ക്കകത്തും കയ്യിലും കാലിലുമൊക്കെയായി മൾട്ടിപ്പിൾ സൈറ്റ്സിലാണ് കാണുന്നത്. 2. 3 പാപ്പുലർ, അതായത് പരുക്കൾ 5 മില്ലിമീറ്ററിൽ താഴെയാണെങ്കിൽ നമ്മളതിനെ പാപ്പുലർ എന്ന് പറയുന്നു. അടുത്തത് പ്ലാക്ക്, 5 മില്ലിമീറ്ററിൽ കൂടുതലാണെങ്കിൽ അതിനെ പ്ലാക്ക് ലീഷൻ എന്ന് പറയുന്നു. 5 പ്രൂറിറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹ്യമായ ചൊറിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്തതായിട്ട് പർപ്പിൾ കളേർഡ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വയലറ്റ് കലർന്ന തവിട്ട് നിറമോ കറുപ്പ് കളറോ ഉള്ള ലീഷൻസാണ് സാധാരണ കാണുന്നത്. ഇങ്ങനെ വളരെ ലളിതമായി ഈ ഒരു 6P എന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് ലൈക്കൻ പ്ലേനസിനെ ഡിഫൈൻ ചെയ്യാനും അതിൻ്റെ ലക്ഷണങ്ങളെ പറയാനും നമുക്ക് സാധിക്കും. ഇനി ഒരു അസുഖം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ലൈക്കൻ പ്ലേനസ് തന്നെയാണോ? അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഡയഗ്നോസിസിന് ഏരിയ വൈസ് നമുക്ക് പറഞ്ഞല്ലോ, ചില ഏരിയകളിൽ കാണപ്പെടുന്നു എന്നുള്ളത് വെച്ച് ഒരു പക്ഷേ തുടക്കത്തിൽ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമെങ്കിലും സ്കിന്നിലുള്ള പല അസുഖങ്ങളും ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിപ്പെടുന്നത് ഒരു പക്ഷേ ഒരു ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും. അതായത് കുറച്ച് ദീർഘകാലമായി നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും നമ്മുടെ അടുത്ത് ഈ ഒരു അസുഖം എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് സ്കിൻ ബയോപ്സി. ഈ സ്കിൻ ബയോപ്സിയിൽ ആദ്യമേ പറഞ്ഞ ഒരു മെക്കാനിസം, അതായത് ലൈക്കൻ പ്ലേനസിൽ സംഭവിക്കുന്ന പിന്നെ മറ്റ് സിംറ്റംസ് ലക്ഷണങ്ങൾ വെച്ചും തീർച്ചയായും ഇതിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. ഇതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ ഓറൽ ലൈക്കൻ പ്ലേനസ് വെറുതെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശരിയായ രീതിയിൽ എക്സാമിൻ ചെയ്താൽ തന്നെ മനസ്സിലാവും. അതിൽ ഒരു വിക്കാം സ്ട്രേ എന്ന പേരിൽ നെറ്റ്വർക്ക് പോലെ ഒരു വല പോലെ വായ്ക്കകത്ത് നമ്മുടെ ഈ ബക്കൽ ക്യാവിറ്റിയിൽ അല്ലെങ്കിൽ കവിളിൻ്റെ ഭാഗങ്ങളിൽ ഒരു വല പോലെ ക്രിസ് ക്രോസ് ആയിട്ടുള്ള ലീഷൻസാണ് കാണുക. ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് അത് വേദന ഉണ്ടാക്കാം, ചിലപ്പോൾ അത് പൊട്ടി അൾസർ പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ആ ഒരു ഡിസ്കളറേഷൻ മാത്രമായിട്ട് നിൽക്കുകയും ചെയ്യാം. മറ്റ് ചിലപ്പോൾ കയ്യിലോ നഖത്തിലോ സ്കാൽപ്പിലോ നമ്മുടെ ജനൈറ്റൽ ഏരിയയിലൊക്കെ തന്നെ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വളരെ കോമൺ ആയിട്ട് കാണുന്ന 2 സൈറ്റ്സ് ആയിട്ടാണ് സ്കിന്നും നമ്മുടെ ഓറൽ മ്യൂക്കസ് മെമ്പറൈൻ അല്ലെങ്കിൽ വായ്ക്കകത്തുള്ള ലീഷനുമായിട്ട് പറഞ്ഞത്. ഇനി ഈ ലൈക്കൻ പ്ലേനസ് എന്ന ഒരു അസുഖം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡെയിലി ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഒരുപാട് രോഗികൾ വരാറുണ്ട്. ലൈക്കൻ പ്ലേനസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത രീതിയിൽ വരാറുണ്ട്, പ്രൈമറി ലീഷനായിട്ട് ഒരുപക്ഷെ ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത രീതിയിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ലൈക്കൻ പ്ലേനസ് എന്ന ഈ ഓട്ടോ ഇമ്മ്യൂൺ അസുഖത്തെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. ഈ ഒരു അസുഖത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ ഗ്രൂപ്പിൽപ്പെട്ട ഈ ഒരു ലൈക്കൻ പ്ലേനസ് എന്നൊരു അസുഖത്തിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സന്തോഷത്തോടെയും ഉറച്ചും പറയാൻ കഴിയും, തീർച്ചയായും നല്ല ചികിത്സ ഇതിന് ലഭ്യമാണ്. ഹോമിയോപ്പതിയിൽ നമുക്ക് ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സ ചെയ്യാൻ പറ്റും. ലൈക്കൻ പ്ലേനസ് പോലെയുള്ള അസുഖങ്ങൾക്ക് നല്ല വ്യത്യാസം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമാവുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക.
ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത്തരത്തിൽ എല്ലാവർക്കും ഉപകാരപ്രദമായ വേറൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.